സുരക്ഷാ പരിമിതിയിൽ ആശങ്ക പരത്തിയ മാണിക് ധാരയിലെ വ്യൂ പോയിന്റുകൾ. കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവിതം പൊലിഞ്ഞ അപകടമുണ്ടായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരെയോ മറ്റു ജീവനക്കാരോ ഇല്ലാതെയായിരുന്നു വ്യൂ പോയിന്റുകളിൽ ഇന്നും. ചിക്കമംഗളൂരു മാണിക് ധാരയിൽ നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശ്രീനന്ദയും കുടുംബവും ചിക്മംഗ്ലൂരിൽ നിന്ന് ബാബ ബുദഗിരി വഴി മാണിക് ധാര വാട്ടർഫാൾസിലേക്ക് യാത്ര ചെയ്ത വഴികളാണിത്. ഈ വഴിയിലൂടെ ന്യൂസ് മലയാളവും ഒന്ന് സഞ്ചരിക്കുന്നു. മാണിക് ധാര വാട്ടർഫാൾസിന് സമീപമുള്ള വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത്. ഇവിടെയാണ് ശ്രീനന്ദയും 40 സംഘവും ഉള്ള അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ എത്തുന്നത്. ഈ ഭാഗത്തൊക്കെ കാഴ്ചകൾ കണ്ട ശേഷമാണ് ഇപ്പോൾ നേരത്തെ അപകടം സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ നീങ്ങുന്നത്. മാണിക് ധാരയിലെ പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത്. ഇവിടെയാണ് മരിച്ച ശ്രീനന്ദയും കുടുംബവും അവസാനമായി മാറിയിരുന്ന് സെൽഫി എടുത്ത ഈ പാറയുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് അനധികൃതമായ ഒരു ഇടമാണ്. കാരണം ഈ കമ്പിവേലികൾ മറികടന്നാണ് ഇവിടെ സെൽഫി എടുത്തത്. ഇതിന് ശേഷമാണ് ഈ ശ്രീനന്ദയെ അല്പ മിനിറ്റുകൾക്കുള്ളിൽ കാണാതാവുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് താഴെ 1500 അടി താഴെ ഭാഗത്താണ് ശ്രീനന്ദയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും ചെയ്തത്. മാണിക് ധാരയിലെ പ്രധാന വ്യൂ പോയിന്റായ ഇതിന് പുറകിൽ വെച്ചാണ് ജീവിതത്തിലെ അവസാന സെൽഫി എടുത്ത് ശ്രീനന്ദ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞത്. ക്യാമറമാൻ ജെറിനോടൊപ്പം മാണിക് ധാരയിൽ നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.